അലർജി കാരണം സ്മെല്ല് കുറഞ്ഞതായിട്ട് അനുഭവപ്പെടാറുണ്ടോ, അല്ലെങ്കിൽ സ്മെല്ല് തീരെ കിട്ടാത്തതായിട്ട് അനുഭവപ്പെടാറുണ്ടോ? അലർജിയുള്ള അധിക ആളുകൾക്കും അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്മെല്ല് കുറഞ്ഞു പോവുക, സ്മെല്ല് തീരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതാവുക എന്നുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ അലർജിയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ തന്നെയാണ്. അലർജിയുടെ ഭാഗമായിട്ട് നമ്മളെ മൂക്കിലെ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ കാരണം നമ്മളെ മൂക്കിലേക്ക് എത്തുന്ന സ്മെല്ലിന്റെ കണങ്ങൾക്ക് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്ന സ്മെല്ല് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന സെല്ലിലേക്ക് എത്താൻ പറ്റുന്നില്ല. അത് കാരണമാണ് ഇവിടെ സ്മെല്ല് അറിയാൻ പറ്റാതാവുന്നത്. ഇതുപോലെ തന്നെ അലർജിയിൽ കൂടുതലുള്ള ബുദ്ധിമുട്ടാണ് കൂടുതലായിട്ട് കഫം ഉണ്ടാവുക എന്നുള്ളത്. മൂക്കിനകത്തേക്ക് കൂടുതലായിട്ട് ഉണ്ടാവുന്ന കഫവും ഇവിടെ എയർ ഫ്ലോ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അധികം ആളുകൾക്ക് മൂക്കിൽ ദശ ഉണ്ടാവാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടും ഈ സ്മെൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. പ്രധാന കാരണം ഈ നമ്മൾ മൂക്കിലേക്ക് വരുന്ന ഈ സ്മെല്ലിന് നമ്മളെ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാലങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു ഇൻഫ്ലമേഷൻ നിൽക്കുമ്പോൾ സ്മെൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സെൻസറി നെർവ്സ് ഉണ്ട്. ഈ സെൻസറി നെർവ്സിന്റെ അറ്റങ്ങളൊക്കെ ഡാമേജ് വരെ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അലർജിയോടൊപ്പം അധിക ആളുകൾക്കും സൈനസൈറ്റിസ് ഉണ്ടാവാറുണ്ട്. കൂടുതലായിട്ട് ഉണ്ടാകുന്ന സൈനസൈറ്റിസും അതോടൊപ്പം തന്നെ ഉണ്ടാവുന്ന പ്രഷറും ഈ ഒരു എയർ ഫ്ലോ കൂടുതലായിട്ട് ബ്ലോക്ക് ആക്കുന്നു. അതുവഴിയും നമുക്ക് ഈ സ്മെല്ല് നഷ്ടപ്പെടാൻ കാരണമാവാറുണ്ട്. ഇത് മാത്രമല്ലാതെ അധികം ആളുകളും ചെയ്യുന്ന ഒരു അബദ്ധമാണ് ഓവറായിട്ട് നേസൽ സ്പ്രേ യൂസ് ചെയ്യുക എന്നുള്ളത്. നേസൽ സ്പ്രേ ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് അവിടെ റീബൗണ്ട് സ്വെല്ലിംഗ് ആണ്. അതിന്റെ ഫലമായിട്ട് കൂടുതൽ ബ്ലോക്ക് ആവുകയും കൂടുതലായിട്ട് സ്മെല്ല് കിട്ടാതാവുകയുമാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് അലർജി കൊണ്ടുള്ളതാണെങ്കിൽ ടെമ്പററി ആയിട്ടായിരിക്കും ഈ സ്മെല്ല് ലോസ് ആയിട്ടുണ്ടാവുക. അലർജിക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിൽ ഇൻഫ്ലമേഷൻ കുറയുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ബുദ്ധിമുട്ടും റിവേഴ്സ് ചെയ്യുന്നതാണ്. വർഷങ്ങളായിട്ടുള്ള അലർജിയുടെ ഭാഗമായിട്ട് ദശ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ക്രോണിക് സൈനസൈറ്റിസ് ഒക്കെ ചില ആളുകളിൽ കാണാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ദശയ്ക്കും അതോടൊപ്പം തന്നെ ക്രോണിക് സൈനസൈറ്റിസിനും അതോടൊപ്പം അലർജിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്താണോ കാരണം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് വേണ്ടത്. നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് സ്റ്റീം ഇൻഹലേഷൻ ചെയ്യുക, അതുപോലെ തന്നെ ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മൂക്കിനകത്തുള്ള ഇറിറ്റേഷൻസ് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്മെൽ ട്രെയിനിങ് എന്ന് പറയും, അല്ലെങ്കിൽ സ്മെൽ തെറാപ്പി എന്ന് പറയും. നാരങ്ങ, ഗ്രാമ്പു, റോസ്, യൂക്കാലിപ്റ്റസ് ഇങ്ങനെ 3-4 പദാർത്ഥങ്ങൾ എടുത്തിട്ട് ഒരു ദിവസം തന്നെ 2 തവണ ഒരു 20 സെക്കൻഡ് എടുത്തിട്ട് ഇത് സ്മെൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കുക. എന്നിട്ട് അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഓൾഫാക്ടറി നെർവ്സ് കൂടുതലായിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്യുകയും ഇത് പെട്ടെന്ന് നമ്മളെ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അതൊരു 3 to 6 എന്തായാലും ഈ ഒരു ട്രെയിനിങ് ചെയ്യുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റും എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്കും അലർജിയോടൊപ്പം തന്നെ ഈ ഒരു മൂക്കിലെ സ്മെല്ല് കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.